ഇവിടെ 2 വെബ് പേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് നല്ല അടിപൊളിയായിട്ടുള്ളത്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെ രണ്ടാമത്തെ വെബ് പേജാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് അഥവാ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം അതിൽ കൃത്യമായ കളറുകൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ അതിലെ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിലെ കോണ്ടന്റുകൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വെബ് പേജുകൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് 10ാം ക്ലാസ്സിലെ IT-യിലെ 5ാമത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. ഈ ചാപ്റ്ററിലെ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അത് നമ്മുടെ സ്കൂൾ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഹോം എന്ന ഫോൾഡർ കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ആയിട്ട് ഫയൽസ് എന്ന് കാണാം. ഇവിടെ താഴെ ഫയൽസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ നേരെ പോകുന്നത് ഹോമിലേക്കായിരിക്കും. ഇതാ ഇവിടെ കാണാം ഹോം എന്ന്. ഹോമിൽ നമ്മുടെ സ്കൂൾ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ് ചൂസ് ചെയ്യുക. 10ാം ക്ലാസ് ആണ്. ക്ലാസ് 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിലേക്ക് വരിക. അതിലിവിടെ ആയിട്ട് നിങ്ങൾക്ക് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. ഈ ഒരു ഫോൾഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഫോൾഡറിനകത്ത് കുറേ ചിത്രങ്ങളും 2 HTML ഫയലുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഇവിടെ ആദ്യം കാണുന്നത് വൺ പ്രൊഡക്റ്റ് basic.html എന്ന് പറയുന്ന ഒരു ഫയലാണ്. രണ്ടാമത് കാണുന്നത് വൺ പ്രൊഡക്റ്റ് designed.html എന്ന് പറയുന്ന ഒരു ഫയലാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമുക്ക് നോക്കാം. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ട് വരുന്നത് ഒരു വെബ് ബ്രൗസറിലാണ്. ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത് ഫയർഫോക്സ് വെബ് ബ്രൗസറിലാണ് ഇപ്പോൾ ഈ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്തും ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ഫയർഫോക്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വെബ് പേജിനെ വെബ് ബ്രൗസറിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു HTML പേജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതിലുള്ള ഉള്ളടക്കങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് അല്ലേ? എന്തായാലും ഇത്തരത്തിലുള്ള വെബ് പേജുകളൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഒരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അത്തരത്തിലൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എന്ന മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വെബ് പേജുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ് പേജ് തയ്യാറാക്കിയിരിക്കുന്ന ആ കോഡുകളൊക്കെ നമുക്ക് കാണണ്ടേ? നമ്മൾ ഇതിനെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യണം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കാണാം. അഥവാ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്റർ തപ്പി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്ന്. അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ ഓപ്പൺ ആയിട്ട് അവിടെ കുറച്ച് കോഡുകൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് HTML കോഡുകൾ. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു വെബ് പേജ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കാണുന്നത് HTML ടാഗുകളാണ്. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ടൈമിലേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഇനി അല്ല നിങ്ങൾക്ക് HTMLനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാങ്കിൽ ഇനിയുള്ള ഭാഗം കൃത്യമായിട്ട് കാണാം. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പം പറയാം. ഓക്കെ, ആദ്യം തന്നെ പറയാം. ഇവിടെ കാണുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ലെസ് ദാൻ്റെ ഒരു ചിഹ്നമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗ്രേറ്റർ ദാൻ്റെ ചിഹ്നമാണ്. ഇവിടെ നമ്മൾ ഇതിനെ ആംഗിൾ ബ്രാക്കറ്റ്സ് എന്നാണ് പറയാം. ഈ 2 ആംഗിൾ ബ്രാക്കറ്റുകൾക്കിടയിലായിട്ട് ഇത്തരത്തിൽ H1 H2 തുടങ്ങിയ ഇതേപോലുള്ള കുറച്ച് ടെക്സ്റ്റുകൾ കാണാം. ഈ കാണുന്നതിനെയാണ് നമ്മൾ HTML ടാഗ് എന്ന് പറയുന്നത്. ടാഗ് ഇത് H2 എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഈ ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തു എന്നെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ടാവും. എല്ലാ HTML ടാഗുകൾക്കും ക്ലോസിംഗ് ഉണ്ടാവണമെന്നില്ല. ഇപ്പം H2 പോലുള്ള ടാഗുകൾക്ക് ക്ലോസിംഗ് ഉണ്ടാവും. എന്നാൽ ഈ IMG എന്ന് പറയുന്ന ടാഗ് കണ്ടോ, അത് ഇവിടെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. BR എന്ന് പറയുന്ന ടാഗ് കണ്ടോ, അത് ഇവിടെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. അതായത് ചില ടാഗുകൾക്ക് ക്ലോസിംഗ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. H2 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗാണ്. HTML-ലെ H1 മുതൽ H6 വരെ ഹെഡിങ് ടാഗുകളുണ്ട്. H1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഹെഡിങ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഹെഡിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ H1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. H2 എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് ചെറിയ ഹെഡിങ് ആയിരിക്കും. H3 എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് ചെറുത്. അങ്ങനെ ചെറുത് H6 എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഹെഡിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈന് ഇതേ രീതിയിൽ കൊടുത്തത് കൊണ്ടാണ് നമുക്കിത് ഇവിടെ ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വന്നിരിക്കുന്നത്. ഓക്കെ, കുറച്ച് വലിപ്പത്തിലൊരു ഹെഡിങ് വന്നിരിക്കുന്നത്.
അതിന് തൊട്ട് താഴെ div എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറയാം. ഇതിന് തൊട്ട് താഴെയായിട്ട് H3 എന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് H2 പോലെ തന്നെ H3 എന്ന് പറയുന്നത് H2വിനേക്കാൾ കുറച്ചും കൂടി ചെറിയൊരു ഹെഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഹാൻഡ് മെയ്ഡ് സോപ്സ് എന്ന് ഇവിടെ കൊടുത്തില്ലേ, അതിവിടെ വന്നത് നോക്കൂ, ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. IMG എന്ന് പറയുന്നത് ഇമേജ് ടാഗാണ്. ഓക്കെ, IMG എന്ന് പറയുന്നത് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഈ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയാണ് IMG എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഈ ടാഗിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു ചെറിയൊരു സാധനം കാണാം, SRC എന്ന്. അതായത് ആട്രിബ്യൂട്ട് എന്നാണ് ഇതിന് പറയാം. അതായത് പല ടാഗുകൾക്കും ഇത്തരത്തിലുള്ള ചില ആട്രിബ്യൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു HTML എലമെന്റിന് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സോഴ്സ് എന്നതിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ആ ചിത്രം എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ആ ചിത്രത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള flowers.png എന്നൊന്നും കൊടുത്താൽ ആ ചിത്രം ഇവിടെ വരൂല. soaps.png എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അത് വരാൻ കാരണം നമ്മൾ ഈ ഒരു ഫയൽ HTML ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൾഡർ ഇല്ലേ, ഇതാണ് ആ ഒരു ഫോൾഡർ. ആ ഒരു ഫോൾഡറിൽ ഓൾറെഡി ആ ഒരു ചിത്രം ഉണ്ട്. അതുകൊണ്ടാണ് ആ ചിത്രത്തിൻ്റെ പേര് അതേപോലെ ആ എക്സ്റ്റൻഷൻ അടക്കം, ആ PNG എന്ന എക്സ്റ്റൻഷൻ അടക്കം ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ വെബ് പേജിൽ ആ ചിത്രം വരാൻ കാരണം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് P എന്ന് പറയുന്ന ടാഗാണ്. പാരഗ്രാഫിനെയാണ് P എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്. ആ പാരഗ്രാഫ് ടാഗ് ഇതാ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ടാഗ് കാണാം, BR എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട് അല്ലേ. BR എന്ന് പറയുന്ന ടാഗ് ബ്രേക്ക് ആണ്. ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് BR ടാഗ് ഉപയോഗിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൈൻഡ് എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞ ശേഷം ഇനി കൊടുക്കുന്ന കാര്യങ്ങൾ തൊട്ട് താഴെ വരണം എന്നുള്ളതാണ് BR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ച് ബ്രേക്ക് ആയിട്ട് ഇനി കൊടുക്കുന്ന കാര്യങ്ങൾ പ്രൈസ് 40 എന്നത് താഴെ വരണം. കണ്ടില്ലേ, കൈൻഡ് ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞ് ബ്രേക്കായി അതിൻ്റെ തൊട്ട് അടുത്ത ലൈനിലാണ് ബാക്കി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ div എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഇവിടെ div എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ div എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. div എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത് ഡിവിഷൻസ് ആക്കി തിരിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളൊരു HTML ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കോഡുകളെ നമുക്ക് ഡിവിഷൻസ് ആക്കിയിട്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് കൃത്യമായിട്ട് ആ കോഡുകളെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന HTML കോഡുകളാണ്. ഇതെങ്ങനെയായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക, അതിൻ്റെ കോഡ് ഇനി നമുക്ക് കാണണ്ടേ. ഇതിൻ്റെ കോഡ് കാണാൻ വേണ്ടിയിട്ട് ഇതിന് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് എഡിറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നേരത്തെ കാണാത്ത ഒരു പുതിയ സാധനം ഇവിടെ ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, സ്റ്റൈൽ അല്ലേ. സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്. സ്വാഭാവികമായിട്ടും ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വെബ് പേജ് കുറച്ചും കൂടി സ്റ്റൈലായിട്ടുള്ളത്. ഈ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് അതിന് നേരെ കൊടുത്തിരിക്കുന്ന എന്താ, ഇത്രയും കണ്ടില്ലേ, ഇതിനെ നമ്മൾ സ്റ്റൈൽ കോഡ് എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ ആദ്യം കൊടുത്തുള്ളത് കളർ എന്നാണ്. അതായത് നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയാം. ആ പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ വേണം, ഏത് കളർ വേണം അതാണ് നമ്മൾ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഹെക്സാഡെസിമൽ കോഡ് എന്നാണ് നമ്മൾ പറയാം. അതായത് ഒന്നുമില്ല, ഈ ഒരു കോഡ് സൂചിപ്പിക്കുന്നത് ഒരു കളറിനെ ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഈ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിന് ഒരു കളറുണ്ട്, ഒരു നീല കളറുണ്ട്. ആ കളറിനെ സൂചിപ്പിക്കുന്ന കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തു, എന്നിട്ട് ഇവരൊരു കോളൻ ഇട്ടിട്ടുണ്ട്. ഇതിനെ കോളൻ എന്നാണ് നമ്മൾ പറയാം. മലയാളത്തിലെ ഭിത്തിക ചിഹ്നം എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ വാല്യൂ കൊടുത്തു. വാല്യൂ കൊടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സെമി കോളൻ ഇട്ടിട്ടുണ്ട്. അർദ്ധവിരാമ ചിഹ്നം എന്ന് മലയാളത്തിൽ പറയും, സെമി കോളൻ. ഇങ്ങനെ നമ്മൾ കൊടുത്തപ്പോൾ അതിന് ഈ ഒരു കളർ കിട്ടി. അടുത്ത ഡിവിലേക്ക് വരാം. ഡിവ് എന്ന് പറയുന്ന ടാഗിനും സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചു. എന്നിട്ട് കോളൻ ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ കൊടുത്തു. ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്ന കളറാണ് ഈ ഒരു ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഒരു പച്ച പോലെ കളർ ഇല്ലേ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡിവിന് കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇവിടെ. ഒരു പ്രോപ്പർട്ടിയും വാല്യൂയും കഴിഞ്ഞതിന് ശേഷം, പ്രോപ്പർട്ടി വാല്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു സെമി കോളൻ ഇട്ട ശേഷം അടുത്ത പ്രോപ്പർട്ടിയും വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി വാല്യൂ മാത്രമല്ല, ഇതേപോലെ സെമി കോളൻ ഇട്ട ശേഷം അടുത്ത പ്രോപ്പർട്ടിയും വാല്യൂം നമുക്ക് ഇതേപോലെ കൊടുക്കാം. ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസും അതിന് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പ്രോപ്പർട്ടീസും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും അതിന് കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 5.3 നമുക്ക് ഫിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഒരു വെബ് പേജിൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം എന്നില്ല. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അത്രയും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹാൻഡ് മെയ്ഡ് നോട്ട്ബുക്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇതേ വെബ് പേജിൽ കൊടുക്കണം. എന്നാൽ ആദ്യം കൊടുത്തിരിക്കുന്ന ആ ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പിന്റെ ആ ഒരു സ്റ്റൈലിലെ അതിന്റെ ഒരു കളർ ഉണ്ട്, അത് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ഉണ്ട്, അതേ ഡിസൈനിൽ അതേ സ്റ്റൈലിൽ തന്നെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, നോട്ട്ബുക്കിന്റെ ഡീറ്റെയിൽസും കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് വേഗത്തിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇനി പറയുന്ന പ്രവർത്തനം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള, അതായത് നമ്മുടെ വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ഫോൾഡറിലുള്ള ഈ 2 ചിത്രങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഫോൾഡറിൽ കൊണ്ടുപോയി ഇടണം. അതിനാദ്യം ഈ ഒരു ചിത്രത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്ത ചിത്രം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് കൺട്രോൾ കീ റിലീസ് ചെയ്തോ. അപ്പോൾ കണ്ടില്ലേ, ഒരുമിച്ചിട്ട് നമുക്ക് രണ്ടും സെലക്ട് ആയി കിട്ടി. ഇനി ഇതിനെ ഒന്ന് കോപ്പി ചെയ്യണം. സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ചിത്രത്തിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോപ്പി എന്ന് കാണാം, ജസ്റ്റ് കോപ്പി കൊടുക്കുക. എന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം, നമ്മുടെ ഫോൾഡർ ഹോമിൽ വരിക. ഹോമിൽ ഞാനിവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അതിലാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് വരിക. ഞാനിവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിലേക്ക് വരുന്നു. ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ 2 ചിത്രം നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സ്കൂൾ റിസോഴ്സസിലേക്ക് പോകാം. ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10 വെബ് ഡിസൈനിങ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത് സെയിം ഫോൾഡർ എടുത്തു എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഇനി ഞാനിവിടെ വൺ പ്രൊഡക്റ്റ് ഡിസൈൻഡ് .html, നമ്മൾ നേരത്തെ കണ്ട അതേ HTML പേജാണ്, അതിനൊന്ന് ഓപ്പൺ ചെയ്യാണ്. ജസ്റ്റ് വെബ് ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വെബ് ബ്രൗസറിൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടി. ആ വെബ് പേജ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഹാൻഡ് മെയ്ഡ് സോപ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇതിൽ ഓൾറെഡി ഉണ്ട്. ഇതിൽ കാണുന്ന ഇതേ സ്റ്റൈൽ, ഇതേ ഡിസൈൻ തന്നെ ആയിരിക്കണം. ഇതിൽ കാണുന്ന ഈ കളറും അലൈൻമെൻറ്റും ഒക്കെ ഇത് തന്നെ ആയിരിക്കണം. വേറെ ഒരു പ്രൊഡക്റ്റ്, അതായത് നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോഡ് എടുക്കാം. കോഡ് കിട്ടാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ ഇല്ലേ, ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ അതേ ഡിസൈനിലാണ് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് വരേണ്ടത്. ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിവിലല്ലേ, അല്ല ഇവിടെ ഡിവ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതേപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ആവശ്യമായുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ പോരെ, രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം മാറ്റി കൊടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു പരിപാടിയാണ് സത്യത്തിൽ നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു ഡിവ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ആയി കിട്ടും. ഈ സെലക്ട് ആയ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സെലക്ട് ആയ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കോപ്പി എന്ന് കാണാലോ, ആ കോപ്പി കൊടുക്കുക, കോപ്പി. എന്നിട്ട് ഇതിൻ്റെ താഴെ ജസ്റ്റ് താഴെ ഇവിടെ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ താഴെ വന്നോളും. ഇവിടെ പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ താഴെ ആ ഒരു ഡിവ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 2 ലൈന് വിടുവാണ്. ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ വിട്ടു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ഡിവ്, ഇത് രണ്ടാമത്തെ ഡിവ്. ഓക്കെ, ആ ഡിവ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെയുള്ള ഈ സ്റ്റൈൽ കോഡുകൾ അതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ആ സ്റ്റൈൽ കോഡിൽ ഒന്നും മാറ്റം വരുത്തുന്നില്ല. നമുക്ക് എന്ത് മാത്രം മാറ്റം വരുത്തിയാൽ മതി, പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നാണ് ഇവിടെ ഉള്ളത്. ആ ഹാൻഡ് മെയ്ഡ് സോപ്സ് മാറ്റിയിട്ട് നോട്ട്ബുക്സ് എന്നാക്കുക. നോട്ട്ബുക്സ്, ഹാൻഡ് മെയ്ഡ് നോട്ട്ബുക്സ്. ചിത്രം മാറ്റണ്ടേ, നോട്ട്ബുക്ക് എന്ന ഹെഡിങ് കൊടുത്തിട്ട് താഴെ സോപ്പിൻ്റെ ചിത്രം വെച്ചാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചിത്രം മാറ്റണം. ചിത്രം മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ പേര് കളഞ്ഞിട്ട് വേറെ ഒന്നും കളയറ, ഈ ഒരു ഡബിൾ ക്വാഡ്സ് ഒന്നും പോകാൻ പാടില്ല. ഇതിനാണ് നമ്മൾ ഡബിൾ ക്വാഡ്സ് എന്ന് പറയുന്നത്, അതൊന്നും പോകാൻ പാടില്ല. ഇപ്പം നമ്മൾ നോട്ട്ബുക്സിൻ്റെ ഒരു ചിത്രം നമ്മുടെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ആ ഒരു ചിത്രത്തിൻ്റെ പേര് അതേപോലെ ഇവിടെ കൊടുക്കാം, നോട്ട് books.jpg. ശ്രദ്ധിക്കണം, അതിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ ആ ചിത്രം വരൂല കേട്ടോ. ഓക്കെ, ഇതാ നമ്മൾ ഈ ഒരു ചിത്രമാണ് നമ്മുടെ ഫോൾഡറിൽ കൊണ്ടുപോയി കോപ്പി ചെയ്ത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പേര് notebooks.jpg എന്നാണ്. അത് അതേപോലെ കൊടുക്കുക, notebooks.jpg. ക്ലിയർ? ഇനി അടുത്ത് എന്താ, ഇവിടെ പാരഗ്രാഫ് ഉണ്ട്. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് മാറ്റണം. ബ്യൂട്ടിഫുൾ ഹാൻഡ് മെയ്ഡ് സോപ്പ് അല്ല, നമുക്ക് അതിൻ്റെ ബുക്കിൻ്റെതായിട്ടുള്ള ഒരു പാരഗ്രാഫ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ പേഴ്സണലൈസ്ഡ് നോട്ട്ബുക്സ് വിത്ത് അങ്ങനെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തു. ഇത് നിങ്ങൾക്ക് അതേപോലെ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കി ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് പാരഗ്രാഫ് ജസ്റ്റ് ഒരു 1-2 ലൈൻ അവിടെ കൊടുക്കുക. അതിനുശേഷം പ്രൈസ് ഉണ്ട്. പ്രൈസ് നമ്മൾ പറഞ്ഞിട്ട് 40 രൂപക്കല്ല നമ്മൾ നോട്ട് ബുക്ക് വെക്കുന്നത്, 45 രൂപക്കാണ്. അപ്പോൾ പ്രൈസ് 45 ആക്കി കൊടുക്കുന്നു. ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഞാനിങ്ങനെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിലാണ്.
അപ്പോൾ അവിടെയുള്ള ആ ഒരു ഫയലിലാണ് ഇത് സേവ് ആവുക. അതല്ല നമുക്ക് വേണ്ടേ, നമുക്ക് നമ്മുടേതായ ഒരു പേരിൽ നമ്മുടെ ഫോൾഡറിൽ ഒരു പുതിയ ഫയലായിട്ട് വേണം ഇത് സേവ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യരുത്. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിൽ പോയിട്ട് തന്നെ സേവ് ആവും, അതിൽ തന്നെ മാറ്റം വന്നു കളയും. അല്ല, പുതിയ ഫയലായിട്ട് സേവ് ചെയ്യാൻ ഇവിടെ 3 ലൈൻ ആണല്ലേ, ഈ ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് ആസ് എന്ന് കാണാം, സേവ് ആസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും എവിടെയാണ് നിങ്ങൾക്ക് ഇത് പോയി സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഹോമിലേക്ക് വരുന്നു. ഹോമിൽ ഇവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന് കാണാലോ, ആ ഒരു ഫോൾഡറിലേക്ക് വരാം. ഇവിടെയായിരുന്നു നമ്മുടെ നേരത്തെ ചിത്രമൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഓക്കെ, പേര് മാറ്റി കൊടുക്കാം. ഞാനിവിടെ പേര് 2 products എന്നാക്കി കൊടുക്കുന്നു. 2 products .html. നിങ്ങൾക്ക് ഈ 2 products എന്നത് വേറെ പേര് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ .html എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. എന്നിട്ട് സേവ് ബട്ടൺ എവിടെയുണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ. ഞാൻ ഇനി ഇത് ക്ലോസ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു ഫോൾഡറിലേക്ക് വരാം. ഇവിടെ ഫയൽസ് എടുക്കുന്നു. ഫയൽസ് എടുക്കുമ്പോൾ തന്നെ ഹോം ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതാ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഒരു HTML ഫയൽ അവിടെ വന്നിട്ടുണ്ട്. അത് വെബ് പേജ് ആയിട്ട് അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫയർഫോക്സ് വെബ് ബ്രൗസർ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയിക്കോളും. കണ്ടില്ലേ, നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്ന അതേ കളറും അതേ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റിനും വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ഡിവിന് കൊടുത്തിരിക്കുന്ന അതേ സ്റ്റൈൽ കോഡുകൾ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഈ ഒരു ഡിവിനും അതേ സ്റ്റൈൽ കോഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റും അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തരത്തിൽ നമ്മൾ ആവശ്യമായുള്ള ടാഗിൻ്റെ കൂടെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റൈൽ കോഡ് കൊടുക്കുന്നതിനാണ് ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമുക്ക് വേണ്ട ടാഗിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യമായുള്ള സ്റ്റൈൽ കോഡ് ഇതേപോലെ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സംഭവമൊക്കെ റെഡിയായി. ഇതേപോലെ നമുക്ക് ഇനിയും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. എന്നാലേ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിവിടെ div എന്ന് പറയുന്ന ടാഗും p എന്ന് പറയുന്ന ടാഗും h3 എന്ന് പറയുന്ന ടാഗൊക്കെ ഇവിടെ വീണ്ടും ഉപയോഗിച്ച സമയത്ത് അതിനൊക്കെ തന്നെ സെയിം സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആ സ്റ്റൈൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിച്ചു. അതായത് ആദ്യത്തെ ഡിവിന് കൊടുത്തിരിക്കുന്ന അതേ സ്റ്റൈൽ തന്നെ രണ്ടാമത്തേന് ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ സ്റ്റൈൽ കോഡുകൾ അതേപോലെ ടൈപ്പ് ചെയ്തു. ഒരു വെബ് പേജിൽ പല ഭാഗത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ടാഗിന് ഒരേ സ്റ്റൈല് തന്നെ വേണമെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു കോഡിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വെബ് പേജിൻ്റെ HTML കോഡിൻ്റെ സൈസ്, ആ ഒരു പ്രോഗ്രാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായി പോകും. നമുക്ക് ആ ഒരു കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാനിവിടെ 20 പ്രൊഡക്റ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുവാണ് എനിക്ക് ഈ 20 പ്രൊഡക്റ്റിൻ്റെ ഡിവിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറില്ലേ, ആ ഒരു കളർ എനിക്ക് ചുവപ്പാണ് വേണ്ടത് അല്ലെങ്കിൽ നീലയാണ് വേണ്ടതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുവാണ്. അപ്പോൾ ഞാൻ അതിനെ നീലയാക്കിയിട്ട് അല്ലെങ്കിൽ ചുവപ്പാക്കിയിട്ട് മാറ്റണ്ടെങ്കിൽ ഓരോ ഡിവിൻ്റെയും നേരെയുള്ള ആ ഒരു സ്റ്റൈൽ കോഡിൽ ചേഞ്ച് വരുത്തണ്ടേ. 20 ഡിവിൻ്റെയും നേരെയുള്ള ആ ഒരു സ്റ്റൈലിൽ ഞാൻ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കണം. അതും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ നിങ്ങളിതാ ഇത്രയും കാര്യങ്ങൾ, ഇവിടെ ഏറ്റവും ആദ്യം ഇത്രയും ടാഗുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും അവസാനം 2 ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഇതേപോലെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് തയ്യാറാക്കിയ ഒരു പേജിൽ ടൈപ്പ് ചെയ്യാം. കാരണം ഒരു HTML ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ആദ്യം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് ടാഗുകൾ കൊടുക്കും. ആ ഒരു HTML സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇത്രയും ടാഗുകൾ കൊടുക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ ടാഗ് എന്ന് പറയുന്ന ഓരോന്നും പറഞ്ഞു തരാൻ എന്താണെന്നുള്ളത്. ആദ്യത്തേത് HTML എന്ന് പറയുന്ന ടാഗാണ്. അത് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ആ ഒരു ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു ടാഗാണ് കൊടുക്കുക. അതിന് റൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ഹെഡാണ്. ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കുറച്ച് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും അധികം ആലോചിച്ച് നിങ്ങൾ തല പോകേണ്ട ആവശ്യമില്ല. ഈ ഹെഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഹെഡർ സെക്ഷൻ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് കൊടുക്കും. അതേപോലെ ഇനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഹെഡർ സെക്ഷനിലായിരിക്കും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് ഇവിടെ തന്നെ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ടൈറ്റിൽ ഉണ്ട്, പ്രൊഡക്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് കൊടുത്തത് ഇവിടെയും വരാൻ വേണ്ടിയല്ല. നിങ്ങൾ ഇത് ഇവിടെ മുകളിൽ കണ്ടോ പ്രൊഡക്ട്സ് എന്ന്, ഇവിടെ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരാൻ വേണ്ടിയാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബോഡി എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തു. അവസാനത്തോട്ട് ഇവിടെ HTML മുമ്പായിട്ട് ബോഡി എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ബോഡി ടാഗുകൾക്കിടയിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമുക്കിത് ഇവിടെ യൂസറിന് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്, ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അതിനുശേഷം
ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റൈൽ കോഡുകൾ മുഴുവനായിട്ട് കളയാൻ വേണ്ടി പോവാണ്. ഓക്കെ, ജസ്റ്റ് ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്ത് ജസ്റ്റ് അത് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞാൽ മതി. ആ സ്റ്റൈൽ ആട്രിബ്യൂട്ട് അടക്കം അങ്ങോട്ടേക്ക് കളയാം. ഓക്കെ, അതിൽ കൊടുത്തുള്ള മുഴുവൻ സ്റ്റൈൽ ആട്രിബ്യൂട്ടും ആ സ്റ്റൈൽ കോഡുകളും ഞാൻ കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ഒരു വെബ് പേജിന് പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ മുകളിലായിട്ട് ഹെഡ് ടാഗ് ഉണ്ടല്ലോ, ഹെഡ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡർ സെക്ഷനിൽ, അതായത് ഈ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹെഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പുതിയ ടാഗ് ഞാനിവിടെ കൊടുക്കുന്നതാണ്, സ്റ്റൈൽ. ആട്രിബ്യൂട്ട് അല്ല, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ടാഗിന്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുക. ഇത് ഇവിടെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ആയിട്ട് തന്നെ കൊടുക്കുന്നു. അതിന്റെ താഴെയായിട്ട് ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ക്ലിയർ? ഇതിൽ സംശയമില്ലല്ലോ. സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്ത്, അതിനിടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതേപോലെ നിങ്ങൾ നോക്കി ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ H1 മുതൽ ഇതാ ഇവിടെ വരെ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ എന്ത് ചെയ്യുക, നോക്കി ടൈപ്പ് ചെയ്യാം. അതേപോലെ ഇവിടെ ബോഡീൻ്റെ ഉള്ളിലായിട്ട് 2 ലൈൻസ് കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഒന്നുമില്ല, H1 എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തു, ജസ്റ്റ് സ്കൂൾ ഷോപ്പ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തു. H2 എന്ന് പറഞ്ഞിട്ട് വെൽക്കം ടു അവർ സ്കൂൾ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ഹെഡിങ് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞുതരാം ഇതെന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇനി ഇതിനെ പുതിയൊരു ഫയലായിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, പുതിയൊരു ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു 3 ലൈനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസ്. എന്നിട്ട് പുതിയ പേരിൽ ഞാൻ സേവ് ചെയ്യാണ്, 2 പ്രൊഡക്ട്സ്. ഓക്കെ, 2 പ്രൊഡക്ട്സ്. അതിൻ്റെ കൂടെ ഞാൻ ഇന്റേണൽ CSS എന്ന് കൊടുക്കുന്നു. ഇന്റേണൽ CSS .html എന്ന പേര് എക്സ്റ്റൻഷൻ തന്നെ കൊടുത്തിട്ട് എൻ്റെ അതേ ഫോൾഡറിൽ സേവ് ചെയ്യാണ്. സേവ് ചെയ്തു. ക്ലിയർ? ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് ആ ഒരു സേവ് ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫയൽസിലേക്ക് പോകുന്നു. ഫയൽസിൽ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിൽ ഇതാ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ 2 പ്രൊഡക്ട്സ് ഇന്റേണൽ CSS.html എന്ന് പറയുന്ന ആ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നേരത്തെ കൊടുത്ത അതേ സ്റ്റൈലുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കി, നമ്മൾ നേരത്തെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുത്ത പോലെ വീണ്ടും ഇവിടെ ഒരു ഡിവ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഡിവ് ഉണ്ട്, ഇവിടെ ഒരു ഡിവ് ഉണ്ട്. ഈ 2 ഡിവിനും ആ സ്റ്റൈൽ അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും ഇടയിൽ പോയിട്ട് നമ്മൾ സ്റ്റൈൽ കൊടുത്തില്ല. അതിന് പകരം എന്ത് മാത്രമാണ് ചെയ്തത്, ഈ ഹെഡ് ടാഗിൻ്റെ ഇടയിലായിട്ട്, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്ത്, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് കൊടുത്ത് ആ സ്റ്റൈൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തു. ഇത് ഒക്കെ നമ്മുടെ സ്റ്റൈൽ കോഡുകളാണ്. H1 എന്ന് പറയുന്ന ആ ഒരു ടാഗിന് വേണ്ട സ്റ്റൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. H2 എന്ന് പറയുന്ന ടാഗിന് വേണ്ട സ്റ്റൈലുകളാണ്, ആ സ്റ്റൈൽ കോഡാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. H3, P, അതേപോലെ ഡിവ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഡിവ് എന്ന് പറയുന്ന ടാഗിന് വേണ്ട കാര്യങ്ങൾ എന്താ, ബാക്ക്ഗ്രൗണ്ട് കളർ, അതിനൊരു വാല്യൂ. ഇത് ഇവിടെ കൊടുത്തപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ താഴെ 2 ഡിവിനും വേണ്ടിയിട്ട് ഒരേ കോഡ് റിപ്പീറ്റായിട്ട് നേരത്തെ ടൈപ്പ് ചെയ്തിരുന്നു. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ 2 ഡിവിനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് ഇവിടെ നമ്മൾ ഡിവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഡിവ് ഉപയോഗിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഈ ഒരു കളർ വന്നു. അപ്പോൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം, ആ സ്റ്റൈൽ കോഡ് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം നമ്മളിവിടെ അവോയ്ഡ് ചെയ്തില്ലേ? ഈ രീതിയിൽ നമുക്ക് വേണ്ട ടാഗിൻ്റെ പേര് തന്നെ സ്റ്റൈൽ കോഡ് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട ടാഗിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് സെലക്ടർ എന്നാണ് പറയാം. ഓക്കെ, അതായത് ഇവിടെ H1 എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ട സ്റ്റൈല് നമ്മളിവിടെ ആ H1 എന്ന ആ ഒരു പേര് തന്നെ, ആ ടാഗിൻ്റെ പേര് തന്നെ ഇവിടെ കൊടുത്തു. എന്നിട്ട് അതിന് വേണ്ട സ്റ്റൈൽ കോഡ് ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ഇതിനെ നമ്മൾ ടൈപ്പ് സെലക്ടർ എന്നാണ് പറയാം. ജസ്റ്റ് ആ ഒരു പേര്, ആ ഒരു ടേം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ. നമ്മൾ തൊട്ട് മുമ്പ് ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞു. ആവശ്യമായിട്ടുള്ള ടാഗിന്റെ ആ ഒരു ഓപ്പണിംഗ് ടാഗിന്റെ കൂടെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യമായുള്ള സ്റ്റൈൽ കോഡ് കൊടുക്കും. അതിനെ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയും. ഇപ്പം നമ്മൾ എന്താ ചെയ്തേ, ഇപ്പം നമ്മുടെ പേജിന്റെ ഹെഡ് സെക്ഷനിൽ
ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് സ്റ്റൈൽ എന്നൊരു ടാഗ് കൊടുത്ത് അല്ലെ, സ്റ്റൈൽ എന്നൊരു ടാഗ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്, ആട്രിബ്യൂട്ട് അല്ല, ഒരു ടാഗ് തന്നെ സ്റ്റൈൽ എന്ന രീതിയിൽ കൊടുത്തു. അതിന്റെ ഇടയിൽ ടൈപ്പ് സെലക്ടർ ആയിട്ടൊക്കെ നമുക്ക് ഈ രീതിയിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെയാണ് ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച രണ്ട് വഴികളുണ്ട്, ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈലും ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈലും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് ഒരു ടേബിൾ ആക്കിയിട്ട് എഴുതി നോക്കാം. അപ്പൊ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ പഠിക്കുന്നുള്ളൂ. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.